സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് കൺമണിക്ക് അനുമോദനം കൊടുക്കുന്ന ഒരു പാർട്ടി നടക്കുന്ന ദിവസമാണ്. ആ ദിവസം രാവിലെ തന്നെ നമ്മുടെ കൺമണി റെഡിയായി നിൽക്കുന്നത് കണ്ട് ഗോകുൽ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നു. അച്ചച്ച, ആൻറ്റിമാരെ വേഗം വാ, നമ്മുടെ അപ്പ രാജകുമാരിയായി ഒരുങ്ങി നിൽക്കുന്നു. അത് കണ്ട് എല്ലാവരും വന്ന് സന്തോഷത്തോടെ കൺമണിയെ നോക്കി പറയുന്നു, ശരിയാ മോളെ കണ്ട ശരിക്കും ഒരു രാജകുമാരിയെ പോലെയുണ്ട്. ഫംഗ്ഷന് വരുന്ന എല്ലാവരുടെയും കണ്ണ് തട്ടാൻ ചാൻസ് ഉണ്ട്, സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കുന്നു. കറക്റ്റ് ടൈമിന് തന്നെ കൃഷി കൺമണിയെ വിളിക്കുമ്പം ഗോകുല് പറയുന്നു, കൃഷ് സാറാ, നമ്മളിവിടെ കട്ടുറുമ്പായി നിൽക്കണ്ട, നമുക്ക് പുറത്തേക്ക് പോയി നിൽക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് പോകുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ കോൾ എടുക്കുന്നു. അപ്പം കൃഷി ആണെങ്കിൽ കൂടുതൽ ലൈസൻസായി കൺമണിയുടെ മേല് എന്നുള്ള രൂപത്തിൽ അധികാര സ്വരത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും റൊമാൻറ്റിക്കായിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോകുല് വരുമ്പോൾ കൺമണിയാണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത്രയധികം സംസാരിക്കാൻ എന്താ ഉള്ളതെന്ന് ഗോകുല് ചോദിക്കുമ്പം അതൊന്നും നീ അറിയണ്ട. ആഹാ, ഇപ്പം പാലം കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഔട്ടല്ലേ. പാലം കടന്നാലും കടന്നില്ലേലും നീ എന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് കൺമണിയും പറയുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അപ്പേ എന്ന് നമ്മുടെ ഗോകുലും പറയുന്നുണ്ട്. അതേസമയം സാഗറും സുജിയും കൂടെ കൃപമോൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നല്ല ഡെക്കറേഷൻ, സൂപ്പറായിട്ടുണ്ട് എന്ന് സുജി പറയുമ്പം സാഗർ പറയുന്നുണ്ട്, എല്ലാം കൃപമോളുടെ അറേഞ്ച്മെൻ്റ് അല്ലേ, അങ്ങനല്ലേ വരൂ. അപ്പം സുജി പറയുന്നു, ദേ ആ സാധനം അപ്പുറത്തോട്ട് മാറ്റി വെച്ചിരുന്നേ കൊള്ളായിരുന്നല്ലേ. അപ്പം സാഗർ പറയുന്നു, വേണ്ട, എല്ലാം കൃപമോളുടെ ഡെക്കറേഷൻ അല്ലേ, മാറ്റി വെച്ച് അവളെ വിഷമിപ്പിക്കണ്ട. സൂപ്പർ കൺമണി എന്നും പറഞ്ഞ് കൺമണിയുടെ ഫോട്ടോ കണ്ട് സുജിക്കാണെങ്കിൽ സങ്കടം വരുന്നു. സുജി കരയുന്നത് കണ്ടിട്ട് സാഗർ പറയുന്നു, എന്താ സുജി, നീ ഈ സമയത്ത് കരയണോ, സന്തോഷിക്കുകയല്ലേ വേണ്ടുന്നത്. അല്ല സാഗരേട്ടാ, ആൻറ്റി അമ്മയുടെയും മാനസയുടെയൊക്കെ വർത്തമാനം കേട്ടിട്ട് ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് കൺമണി മോളെ. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് കൃഷും കൺമണിയായിട്ടുള്ള വിവാഹം ഞാൻ സമ്മതിച്ചെന്ന് പോലും കൺമണി മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ കുഞ്ഞിന് എന്തുമാത്രം വിഷമമായി കാണും എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ടൈമിൽ സാഗർ സമാധാനിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, നീ എന്തായാലും അവളുടെ മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കിയല്ലോ, അത് മതി. ഇനി എപ്പോഴും സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തണമെന്നും, നമുക്ക് പ്രായമായി വരിക, നമ്മുടെ ബിസിനസ് ആയാലും നമുക്ക് വയ്യാണ്ടാവുന്ന ടൈമിൽ നമ്മളെ നോക്കാനും മനസ്സുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് കൺമണി. നല്ലൊരു കലാകാരിയാണ്. അങ്ങനെ കൺമണിയുടെ ഓരോ ക്വാളിറ്റീസും എടുത്തു പറയുന്ന സമയത്ത് സുജി പറയുന്നു, പ്രായമായി വരുന്നെന്ന് പറയുന്ന കാര്യം ഓക്കെ, പക്ഷേ എൻ്റെ കാര്യത്തിലല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, എനിക്ക് മാത്രമാണോ പ്രായമായി വരുന്നതെന്ന് ചോദിച്ച് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഓരോന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് ലോനപ്പൻ ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് പാർട്ടി, ഡെക്കറേഷനൊക്കെ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പം സാഗർ പറയുന്നു, എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സുജി പറയുന്നു, ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല, കുറച്ചധികം തന്നെ ഉണ്ടാക്കിക്കോ, കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോവാതിരുന്നാൽ മാത്രം മതി. സാർ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കുകയേ വേണ്ട, എനിക്കറിയാവുന്ന കുട്ടിയാണ് കൺമണി മോള്, ശ്രീനിവാസൻ ചേട്ടൻ്റെ മോളല്ലേ, എനിക്ക് പരിചയമുണ്ട്, ചുമ്മാ പുകഴ്ത്തി പറയുന്നതല്ല, നല്ലൊരു പെൺകുട്ടിയാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ഭാഗ്യ അവളെന്ന് പറയുമ്പോൾ സാഗറും സുജി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, ഞങ്ങൾക്കും അറിയാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലോനപ്പ ചേട്ടൻ പറയുന്നു, ഒരു ബംഗാളി പയ്യൻ ഇന്ന് ആദ്യമായിട്ട് ജോലിക്ക് വന്നു, അവൻ കുറച്ച് കഴിഞ്ഞപ്പം കാണാനില്ല. പിന്നെ ഒരു തമിഴൻ പയ്യനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവനാണെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമേ ഇല്ല, ഒരു മടിയനാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കുമെന്ന് പറഞ്ഞ് ലോനപ്പ ചേട്ടൻ അങ്ങ് പോകുന്നുണ്ട്. ഭാഗ്യശ്രീ ആണെങ്കിൽ റെഡിയായി നിൽക്കുന്ന സമയത്ത് ബലരാമനും റെഡിയായിട്ട് വരുന്നുണ്ട്. ഫംഗ്ഷന് പോകാൻ റെഡിയായി നിൽക്കുന്ന ബലരാമനെ നോക്കി ഭാഗ്യശ്രീ പറയുന്നു, എനിക്കറിയാം ചേട്ടന് ഈ നാട് വിട്ടു പോകാൻ താല്പര്യമില്ല, തിരികെ ഗൾഫിലേക്ക് പോകാനേ ഇഷ്ടമല്ലെന്ന്. അച്ഛനും അമ്മയും കൃപയും കൃഷിയും ഒക്കെ കിട്ടിയപ്പോൾ ചേട്ടൻ ഈ നാട്ടിൽ തന്നെ കൂടാനാ താല്പര്യം, പക്ഷേ എനിക്ക് ചേട്ടൻ്റെ സേഫ്റ്റിയാണ് വലുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നതാണ് നല്ലത്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? കൃപയും കൃഷും അച്ഛനും അമ്മയും അവരൊക്കെ ഇന്നലെ വന്നവരാ, അതിനു മുമ്പേ എന്നെ മനസ്സിലാക്കാനും എന്നെ സ്നേഹിക്കാനും നീ ഉണ്ടായിരുന്നു. നിൻ്റെ പേരെന്തുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ പറയാഞ്ഞത്? എൻ്റെ പൊന്നു ചേട്ടാ, ഈ ഇടയ്ക്ക് കിട്ടിയവരല്ലേ അച്ഛനും അമ്മയും സഹോദരങ്ങളും, അപ്പം അതിച്ചിരി കൂടുതൽ സ്നേഹം കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അവരുടെ പേര് മാത്രം പറഞ്ഞത്. ചേട്ടൻ വിഷമിക്കണ്ട, അച്ഛനും അമ്മയും കൃഷും കൃപയും ഞാനും പോരെ, സമാധാനമായില്ലേന്ന് വയ്ക്കുമ്പം ഓക്കെ, തൽക്കാലം മോളെ അച്ഛനെയും അമ്മയും പേടിച്ച് ദുബായിലേക്ക് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആ സമയത്ത് ബലരാമനെ അച്ഛൻ വിളിക്കുന്നുണ്ട്, മോനെ നീ ഇതെവിടായി, ഫംഗ്ഷൻ തുടങ്ങാറായി, ആളുകളെല്ലാം വരാൻ തുടങ്ങി,
കൺമണി മോളെ കൂട്ടിക്കൊണ്ടുവരാൻ വണ്ടി അയച്ചു, എത്രയും പെട്ടെന്ന് വരാൻ സാഗർ പറയുമ്പം ബലരാമൻ പറയുന്നു, അച്ഛൻ ഞാൻ റെഡിയായി നിൽക്കുക, ഇപ്പം തന്നെ ഇറങ്ങുക എന്ന് പറയുമ്പം സുജി പറയുന്നു, എത്രയും പെട്ടെന്ന് വാ മോനെ, ഇവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങി, നീ ഇവിടെ വന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ, പെട്ടെന്ന് വരാൻ പറയുമ്പോൾ കോള് കട്ട് ചെയ്യുന്നു. എന്തായാലും ഭാഗ്യശ്രീ ഞാൻ അങ്ങോട്ടേക്ക് പോവുക, മോളും അങ്ങോട്ടേക്ക് വരണം, തൽക്കാലം ദുബായിലേക്ക് പോകുന്ന കാര്യം വന്നതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ബലരാമൻ റെഡിയായി ഇറങ്ങിപ്പോകുന്നു. അപ്പം ഭാഗ്യശ്രീ ആണെങ്കിൽ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ലോനപ്പച്ചേട്ടൻ വന്ന് നോക്കുമ്പം വരുണല്ലേ ആള്, ജോലി ചെയ്യാൻ മടിയുള്ള അവൻ ഇത്രയും പാത്രങ്ങൾ കഴുകാൻ മടി കാരണം ഒരു ഐഡിയ കാണിക്കുന്നു. കഴുകിയ പാത്രത്തിനോടൊപ്പം കഴുകാത്ത പാത്രവും വെക്കുന്നു. അതായത് പെട്ടെന്ന് നോക്കുമ്പം കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ ഇരുന്നാൽ മതി, അത്രയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആ കള്ളത്തരം ലോനപ്പച്ചേട്ടൻ കണ്ടുപിടിച്ച് അവൻ്റെ ചെകിടത്ത് നോക്കി ഒരടി കൊടുക്കുന്നുണ്ട്. അയ്യോ ചേട്ടാ, ചേട്ടൻ വിചാരിക്കുന്നത് പോലെ ഞാൻ കള്ളത്തരമൊന്നും കാണിച്ചതല്ല, കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാ, കഴുകിയ പാത്രത്തിനോടൊപ്പം കഴുകാത്ത പാത്രം വെച്ചാണോടാ നീ കഴുകുന്നത്, നീ ഒരു പെരുങ്കള്ളനാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പം വരുണിൻ്റെ സംസാരം കേട്ടിട്ടാണെങ്കിൽ ലോനപ്പ ചേട്ടൻ ഒരു സംശയം വരുന്നു, ഇവൻ ശരിക്കുള്ള തമിഴൻ തന്നെയാണോ, നീ എന്തെങ്കിലും ഒരു വാക്ക് തമിഴിൽ പറയുമ്പോൾ മണിച്ചിത്ര താഴിലെ ഡയലോഗ് പറഞ്ഞ് എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. എന്തായാലും ലോനപ്പ ചേട്ടന് ഇവനെ അത്രയ്ക്ക് വിശ്വാസം പോരാ. ജോലി ചെയ്യാൻ പറഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേക്കും വരുണാണെങ്കിൽ മാനസെ വിളിക്കുന്നു. എന്നിട്ട് വരുൺ കരയുന്നത് കേൾക്കുമ്പം മാനസ ചോദിക്കുന്നു, എന്താ വരുണേ പ്രശ്നം, അവർ നിന്നെ കണ്ടുപിടിച്ചോ, എന്നെ ആരും കണ്ടുപിടിച്ചില്ല. ആ കൃഷിനെ തകർക്കുന്ന ആ ഒരു സീൻ നേരി കാണാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പാടാണോ ഞാൻ ഇവിടെ അനുഭവിക്കുന്നത്, പാത്രം കഴുകി എൻ്റെ ഊപ്പാട് വരിക, നീ ഇതെവിടെ നിൽക്കുക, എത്രയും പെട്ടെന്ന് വാ, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും എന്നൊക്കെ പറയുമ്പോൾ മാനസ പറയുന്നു, നീ വിഷമിക്കേണ്ട, ഞങ്ങൾ ഇറങ്ങാൻ പോവുക, എത്രയും പെട്ടെന്ന് വരും കേട്ടോ. അന്നേരം കൺമണിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് കൃഷ് അയച്ചൊരു വണ്ടി കൺമണിയുടെ വീട്ടിലെത്തുന്നുണ്ട്. അത് കണ്ട് ഗോകുല് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. ദാ വണ്ടി വന്നു, നമുക്ക് പോകാം വരാൻ. ആ സമയത്ത് കൺമണിയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം വണ്ടി കയറാമെന്ന് പറഞ്ഞ് മനോഹറിനെ വിളിക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ അനുമോദിക്കുന്ന പാർട്ടിയിലേക്ക് എനിക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, സാഹചര്യം കൊണ്ട് പറ്റിയില്ല, എങ്കിലും എൻ്റെ മോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും, വിവാഹത്തിന് മുമ്പ് കുറച്ചധിക ദിവസം എനിക്ക് ലീവ് എടുക്കണം, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ലീവ് എടുക്കാതെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നേ എന്നൊക്കെ പറയുമ്പോൾ കൺമണിയും തിരിച്ച് മറുപടിയൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. അതേസമയം ഒരമ്മായി വരുന്നില്ല. നടുവേദന ഭയങ്കരമായതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്കും നടുവേദന കൂടും എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരിക്കുന്നത്. മറ്റേ അമ്മായി ആണെങ്കിൽ ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. എന്തിനാ സഞ്ചി എന്ന് ചോദിക്കുമ്പം, എന്തായാലും കൺമണി മോളെ അനുമോദിക്കുന്ന പാർട്ടിയല്ലേ അവിടെ നടക്കുന്നത്, എല്ലാവരും കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കും, അപ്പോൾ സഞ്ചിയും ചാക്കൊന്നും കിട്ടിയില്ലെങ്കിലോ, ഒരു മുൻകരുതൽ. അന്നേരം ഗോകുല് പറയുന്നു, ചുമ്മാ ഈ അമ്മായി നമ്മളെ നാണം കെടുത്തുമെന്നാണ് തോന്നുന്നേ. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അവർ വണ്ടി കയറി പോകുന്ന സമയത്ത് കൃഷിൻ്റെ വീട്ടിലേക്ക് ജയമോഹൻ്റെ വണ്ടി വരുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അവരെ സ്വീകരിച്ച് കയറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ സാഗറും സുജിയും ജയമോഹനെയും ഹേമയും കാണുന്നുണ്ട്. അവരെ ഞെട്ടിച്ചുകൊണ്ട് മാനസ വണ്ടി നിറങ്ങുന്നത് കണ്ട് സാഗറിൻ്റെയും സുജിയുടെയും മുഖത്ത് വല്ലാത്ത നിരാശ വരുന്നുണ്ട്. അപ്പം മാനസ വന്ന് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന്, ഞാൻ മനഃപൂർവ്വം വന്നതാ, കാരണം കൃഷി ഇനി മുതൽ കൺമണിക്കുള്ളതാണെന്നുള്ള കാര്യം എൻ്റെ കണ്ണാലെ കണ്ട് ബോധ്യപ്പെടണം, എങ്കിൽ മാത്രമേ എൻ്റെ മനസ്സിന് അത് ഉറപ്പിക്കാൻ പറ്റൂ. ഒളിച്ചിരിക്കുമ്പോഴല്ലേ മനസ്സിൽ വിരോധങ്ങൾ കൂടൂ, നേരി കണ്ടെല്ലാം മനസ്സിലാകുമ്പോൾ വിരോധം കുറയും എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നു, മോൾ പറഞ്ഞതും കാര്യം. ജയമോഹൻ ചോദിക്കുന്നു, ഇവള് വന്നത് ഇഷ്ടപ്പെട്ടില്ലല്ലേ, ഞാനും പറഞ്ഞതാ മോളൂടെ വരണ്ടെന്ന്, അവൾ കേട്ടില്ല. അപ്പം സാഗർ പറയുന്നു, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്, അലിഗയിലിനി ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരാ കൺമണിയും കൃഷും മാനസയൊക്കെ, അപ്പം അകന്ന് നിൽക്കുമ്പം മനസ്സിൽ വൈരാഗ്യം കൂടത്തേ ഉള്ളൂ, എല്ലാം കണ്ട് സഹകരിക്കുമ്പം ദേഷ്യം കുറയും. പാർട്ടിയിലേക്ക് വന്നത് നന്നായെന്ന് പറഞ്ഞ് അവളെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. അപ്പം മാനസ ചോദിക്കുന്നു, ആൻറ്റിയമ്മ എന്തി, ആൻറ്റിയമ്മ അകത്തുണ്ടെന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മയെ കാണാനായിട്ട് മാനസ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത്. അപ്പം ആൻറ്റിയമ്മയോട് പോയി രഹസ്യങ്ങൾ പറയുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.